മാങ്കൂട്ടത്തിൽ വിവാദത്തിലും നടിയെ ആക്രമിച്ച കേസിലും കോൺഗ്രസ് സ്വീകരിക്കുന്ന നിലപാടുകൾക്കെതിരെ രൂക്ഷ വിമർശനവുമായി CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. UDF യഥാർത്ഥത്തിൽ വേട്ടക്കാർക്കൊപ്പം നിൽക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നതെന്ന് അദ്ദേഹം ആരോപിച്ചു. അതിജീവിതന്മാരുടെ ആക്ഷേപങ്ങളും പരാതികളും ഉയർന്നു വരുമ്പോൾ അതിനെ ന്യായീകരിക്കാനും സാധൂകരിക്കുന്നതിനും വേണ്ടിയാണ് കോൺഗ്രസ് ശ്രമിക്കുന്നതെന്നും ഗോവിന്ദൻ മാധ്യമങ്ങളോട് പറഞ്ഞു. സ്ത്രീപീഡന കേസുകളിൽ കോൺഗ്രസ് നേതൃത്വത്തിന്റെ പ്രതികരണം നീതിയുടെ പക്ഷത്തല്ലെന്നും കുറ്റവാളികളെ സംരക്ഷിക്കുന്ന സമീപനമാണ് അവരുടേതെന്നും MV ഗോവിന്ദൻ തുറന്നടിച്ചു. ഇത് ജനാധിപത്യ സമൂഹത്തിന് ഭൂഷണമല്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിലെ കോൺഗ്രസിന്റെ ഇരട്ടത്താപ്പിനെ അദ്ദേഹം കണക്കറ്റ് വിമർശിച്ചു. രാഹുൽ മാങ്കൂട്ടത്തിലിന് നേരെ ഉയർന്ന രണ്ടാമത്തെ ആക്ഷേപം ബോധപൂർവം ഉണ്ടാക്കിയതാണെന്ന് പറയുന്ന തലത്തിലേക്ക് കാര്യങ്ങൾ എത്തി. KPCC പ്രസിഡന്റ് തന്നെയാണ് ഈ ആക്ഷേപം ഉന്നത പോലീസ് സംവിധാനത്തിന് മുന്നിൽ എത്തിച്ചത്. എന്നിട്ട് ഇപ്പോഴും മാറി നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിലെ ന്യായീകരിക്കുന്ന ജീർണമായ നിലപാടാണ് കോൺഗ്രസ് സ്വീകരിക്കുന്നതെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. ഒരു വശത്ത് പരാതി കൈമാറുകയും മറുവശത്ത് ആരോപണ വിധേയനെ ന്യായീകരിക്കുകയും ചെയ്യുന്ന കോൺഗ്രസിന്റെ നിലപാട് തെറ്റായ സന്ദേശമാണ് സമൂഹത്തിന് നൽകുന്നതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഇത് കോൺഗ്രസിന്റെ ധാർമ്മികത ചോദ്യം ചെയ്യുന്ന നടപടിയാണ്. നടിയെ ആക്രമിച്ച കേസിൽ UDF കൺവീനർ അടൂർ പ്രകാശ് ദിലീപിനെ അനുകൂലിച്ച് നടത്തിയ പരാമർശത്തെക്കുറിച്ചും MV ഗോവിന്ദൻ വിമർശിച്ചു. അടൂർ പ്രകാശ് പിന്നീട് തിരുത്തിയെങ്കിലും ആ തിരുത്തൽ ശരിയാകുന്നില്ല എന്നുള്ളതാണ് UDF കൺവീനറുടെയും കോൺഗ്രസിന്റെയും നിലപാടുകൾ വ്യക്തമാക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. ഇത്തരം നിലപാടുകൾ UDFന്റെ സ്ത്രീപക്ഷ നിലപാടുകളുടെ പൊള്ളത്തരം തുറന്നു കാട്ടുന്നു. നിയമവ്യവസ്ഥയുടെ അടിസ്ഥാന പ്രമാണങ്ങളെ പോലും ചോദ്യം ചെയ്യുന്ന നിലപാടുകളാണ് കോൺഗ്രസ് നേതൃത്വം സ്വീകരിക്കുന്നതെന്നും ഗോവിന്ദൻ കൂട്ടിച്ചേർത്തു. ഈ തിരഞ്ഞെടുപ്പിൽ LDFനെതിരെ പറയാൻ BJPക്കും UDFനും ക്രിയാത്മകമായി ഒന്നും ഉണ്ടായിരുന്നില്ല. അതിനാൽ അവർ ശബരിമല വിഷയത്തെക്കുറിച്ച് പറയാനാണ് ശ്രമിച്ചത്. ഇത് അവരുടെ രാഷ്ട്രീയ പാപ്പരത്വത്തെയാണ് സൂചിപ്പിക്കുന്നതെന്നും അദ്ദേഹം പരിഹസിച്ചു. എന്നാൽ മുതിർന്ന കോൺഗ്രസ് നേതാവ് AK ആന്റണി ഉൾപ്പെടെയുള്ളവർ ശബരിമല വിഷയം തിരഞ്ഞെടുപ്പിനെ ബാധിക്കില്ലെന്ന് പറഞ്ഞിരുന്നു. ഇത് UDFലെ ആശയക്കുഴപ്പമാണ് വെളിവാക്കുന്നതെന്നും MV ഗോവിന്ദൻ കൂട്ടിച്ചേർത്തു. കോൺഗ്രസിന്റെ പരമ്പരാഗത വോട്ട് ബാങ്കിൽ പോലും ശബരിമല വിഷയം ചർച്ചയാക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല. വികസന വിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണ് UDF ശ്രമിച്ചതെന്നും അദ്ദേഹം ആരോപിച്ചു. ഈ തിരഞ്ഞെടുപ്പിൽ UDF ജമാഅത്തെ ഇസ്ലാമിയുടെ പൂർണ്ണമായ പിന്തുണയോടെ കൂടിയാണ് ജനങ്ങളെ അഭിമുഖീകരിച്ചതെന്നും MV ഗോവിന്ദൻ ചൂണ്ടിക്കാട്ടി. ഇത് കോൺഗ്രസ് മതരാഷ്ട്രീയ കൂട്ടുകെട്ടുകൾക്ക് ഊന്നൽ നൽകുന്നു എന്നതിന്റെ തെളിവാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ നേരിടാൻ നിലവിലുള്ള UDFന് ഒറ്റയ്ക്ക് ആവില്ല എന്ന് അവർക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് വർഗീയ ശക്തികളുമായി സഖ്യമുണ്ടാക്കി തിരഞ്ഞെടുപ്പിനെ നേരിടാൻ UDF ശ്രമിച്ചതെന്നും ഗോവിന്ദൻ പറഞ്ഞു. പരസ്യമായിട്ട് തന്നെ കോൺഗ്രസും മുസ്ലിം ലീഗും ജമാഅത്തെ ഇസ്ലാമിയും SDPIയുമായി ചേർന്നുകൊണ്ട് ആ തിരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്നുവെന്ന് MV ഗോവിന്ദൻ ആരോപിച്ചു. ഇത് UDFന്റെ രാഷ്ട്രീയ സഖ്യങ്ങളിലെ അപകടകരമായ പ്രവണതയാണ്. മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്ന ഇടതുപക്ഷത്തെ നേരിടാൻ വർഗീയ ശക്തികളുടെ പിന്തുണ തേടുന്നത് കോൺഗ്രസിന്റെ തകർച്ചയുടെ സൂചനയാണെന്നും അദ്ദേഹം പറഞ്ഞു. കോൺഗ്രസ് BJPക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ ഒരുക്കുകയാണെന്നും MV ഗോവിന്ദൻ വിമർശിച്ചു. തദ്ദേശീയ തിരഞ്ഞെടുപ്പിലെ വിജയം CPIMനും LDFനും അനുകൂലമാണ്. ഭരണ നേട്ടങ്ങൾ ജനങ്ങൾ അംഗീകരിക്കുന്നുവെന്നതിന്റെ തെളിവാണിതെന്നും ഗോവിന്ദൻ അഭിപ്രായപ്പെട്ടു. UDF നേതാക്കളുടെ സ്ത്രീവിരുദ്ധ സമീപനങ്ങളും വർഗീയ സഖ്യങ്ങളും തിരഞ്ഞെടുപ്പിൽ തിരിച്ചടി ഉണ്ടാക്കും. കേരളത്തിലെ ജനങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോടൊപ്പമാണ് എന്നും അദ്ദേഹം ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിലും മറ്റ് സ്ത്രീ സുരക്ഷാ വിഷയങ്ങളിലും കോൺഗ്രസ് നിലപാട് തിരുത്തണം. രാഷ്ട്രീയ ലാഭത്തിനായി അതിജീവിതകളെ അവഗണിക്കുന്നത് ശരിയല്ലെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. തിരഞ്ഞെടുപ്പിന് ശേഷവും ഈ വിഷയത്തിൽ കേരള രാഷ്ട്രീയത്തിൽ ശക്തമായി നിലനിൽക്കുമെന്നതിന്റെ സൂചനയാണ് CPIM സംസ്ഥാന സെക്രട്ടറിയുടെ ഈ പ്രതികരണം നൽകുന്നത്.